ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ അധിക പ്രവൃത്തി സമയം. 9:45 മുതൽ 4:15 വരെയാണ് ക്ലാസ് സമയം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലം എന്താണ്? അല്പസമയത്തിനകം പ്രതീക്ഷ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഏറ്റവും പുതിയ വിവരം ഇതാണ്. ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. വെള്ളിയാഴ്ച ഒഴികെ മറ്റു ദിവസങ്ങളിൽ അരമണിക്കൂർ അധിക പ്രവൃത്തി സമയമാണ്. 9:45 മുതൽ 4:15 വരെയാണ് ക്ലാസ് സമയം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീക്ഷ, പുതിയ സമയക്രമത്തിന്റെ പശ്ചാത്തലം എന്താണ്? വിജയകുമാർ, കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും സമയക്രമം പരിഷ്കരിച്ചത്. അരമണിക്കൂറാണ് വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ 15 മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുമാണ് പുതിയ സമയക്രമത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 9:45 ക്ലാസുകൾ ആരംഭിച്ച് 4:15 ക്ലാസുകൾ തീരുന്ന രീതിയിലാണ് ഇപ്പോൾ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവിൽ പറയുന്ന പ്രകാരം ആദ്യത്തെ 2 പീരീഡ് 45 മിനിറ്റ് ദൈർഘ്യമുള്ളതാണ്. അവസാനത്തെ 8ാം പീരീഡ് 30 മിനിറ്റ് ദൈർഘ്യം ഉള്ളതുമായി പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ഈ സമയക്രമം ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ഈ അധ്യയന വർഷം ഈ UP ക്ലാസുകളിൽ 2 ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും ഹൈസ്കൂൾ ക്ലാസുകളിൽ 6 ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിലൂടെ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ, പ്രതീക്ഷ, ഇതൊക്കെ ഈ അധ്യയന വർഷം തന്നെ, അതായത് ഉടൻ തന്നെ നടപ്പാകുന്ന കാര്യങ്ങളാണല്ലോ അല്ലെ ഇപ്പോൾ ഈ പുതിയ സമയക്രമം ഉൾപ്പെടെ? വിജയകുമാർ, തീർച്ചയായും ഈ അധ്യയന വർഷം മുതൽ ഈ സമയക്രമം പ്രാബല്യത്തിൽ വരും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ വന്നതാണ്. ഇത് ഔദ്യോഗികമായി ഉത്തരവിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴാണ് അറിയിച്ചത്. ഈ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായായിരുന്നു ഇത്തരത്തിലൊരു പരിഷ്കരണം ഈ വർഷം മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇത് തീരുമാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഇത് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു. ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ അധ്യയന വർഷം മുതൽ ഈ ഹൈസ്കൂൾ ക്ലാസുകളിൽ സമയമാറ്റം തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. 9:45 മുതൽ 4:15 വരെയാണ് ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇനി അധ്യയന സമയം. അത് സംബന്ധിച്ച ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. +1 2ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോഴും കണ്ണൂർ ജില്ലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച വിദ്യാർത്ഥികൾ അടക്കം പട്ടികയ്ക്ക് പുറത്താണ്. നിലവിലെ കണക്കനുസരിച്ച് 3ാം അലോട്ട്മെന്റ് പൂർത്തിയായാലും 10,000-ഓളം വിദ്യാർത്ഥികൾ വലിയ പണം മുടക്കി മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിയോൺ K. ബൈജു എന്ന വിദ്യാർത്ഥിയാണിത്. നഴ്സിംഗ് പഠനമാണ് ലക്ഷ്യമെന്നതുകൊണ്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ തീരുമാനിച്ചു. മയിൽ ഉൾപ്പെടെ 5 സ്കൂളുകൾ അപേക്ഷയിൽ ചേർത്തു. 2 അലോട്ട്മെന്റ് പൂർത്തിയായിട്ടും ലിയോൺ പട്ടികയ്ക്ക് പുറത്ത്. 3ാമത്തെ അലോട്ട്മെന്റ് ലിയോണിന്റെ മുന്നിലുള്ള ഭാഗ്യപരീക്ഷണം മാത്രമാണ്. ഫുൾ A+ കൊണ്ട് ഞാൻ LSS US എല്ലാം വിന്നറാണ്. എന്നിട്ട് എവിടെയും സീറ്റ് കിട്ടിയില്ല. അത് എന്നാ കാരണം എന്നേ അറിയണ്ടു. സീറ്റ് കിട്ടാത്തല്ല, എന്ത് കാരണം കൊണ്ടാണ് സീറ്റ് കിട്ടാത്തത്? ഇപ്പോഴുള്ള എല്ലാവരും ക്ലാസ്സിന് പോയിട്ടും വീട്ടിലിരിക്കുക പറഞ്ഞാൽ ഒരു വിഷമം തന്നെ. വലിയ തുക നൽകി മാനേജ്മെന്റ് കോട്ട ആശ്രയിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലിയോണിന്റെ രക്ഷിതാക്കൾ. മാനസികമായിട്ട് നമ്മൾ തകർന്ന പോലെ ഉള്ളത്. ഫുൾ A+ വാങ്ങിയിട്ടും എനിക്ക് എന്തുകൊണ്ടമ്മേ സീറ്റ് കിട്ടാതെ? പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചെന്നല്ല എന്നോട് ചോദിക്കുന്നത്. ഞാനെന്താ ഉത്തരം പറയേണ്ടത് എനിക്കറിയില്ല. ഇതൊരു വിദ്യാർത്ഥിയുടെ മാത്രം അവസ്ഥയല്ല. ജില്ലയിലെ ആകെ കണക്ക് കൂടി പരിശോധിക്കാം. ജില്ലയിൽ 37,988 പേരാണ് +1 പ്രവേശനത്തിന് അപേക്ഷ നൽകിയത്. സർക്കാർ എയ്ഡഡ് മേഖലകളിലായി കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് 28,780 സീറ്റുകൾ മാത്രം. 2ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ 20,372 പേർക്ക് +1 പ്രവേശനം ലഭിച്ചു. ഇനിയുള്ളത് 8,408 സീറ്റുകൾ. ആ സീറ്റുകളിൽ പ്രവേശനം പൂർത്തിയാക്കിയാൽ പോലും ജില്ലയിൽ 9,208 വിദ്യാർത്ഥികൾ പട്ടികയ്ക്ക് പുറത്താകും. അതായത് അത്രയും വിദ്യാർത്ഥികൾ തുടർ പഠനത്തിനായി മാനേജ്മെന്റ് സീറ്റുകളെ തേടി പോകേണ്ടി വരും. 24 കണ്ണൂർ.